നമസ്കാരം. ഇവർക്കും ഡെയിലി ന്യൂസിന്റെ സ്വാഗതം. നമുക്കറിയാം ഇന്ത്യൻ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ട് മെയിൻലി 2 ആർട്ടിക്കിൾസ് ആണുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാർത്ത ഉണ്ടായിരുന്നത് നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ വർഷത്തെ ഈ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് ഇന്നലെയാണ് ഈ പറഞ്ഞ പോലെ ധനകാര്യമന്ത്രി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതിയും ഇവിടെ ഒരു ബഡ്ജറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സെയിം സാധനം തന്നെയാണോ എന്നുള്ള കാര്യം. യൂഷ്വലി നമുക്കറിയാം ഈ വർഷം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ വർഷമായിരുന്നു അല്ലേ, ലോക്സഭയിലേക്കൊക്കെ തന്നെയുള്ള ഇലക്ഷൻ വർഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിച്ചത് ഒരു ഫുൾ ബഡ്ജറ്റ് ആയിരുന്നില്ല, പകരം ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു. മലയാളത്തിൽ ഇടക്കാല ബഡ്ജറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഇൻട്രീം ബഡ്ജറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഈ ഫെബ്രുവരി 1-ാം തീയതിയും 2024-25 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു ഫുൾ ബഡ്ജറ്റ് ആയിരുന്നില്ല, ഒരു ഇടക്കാല ബഡ്ജറ്റ് ആയിരുന്നു. മെയിൻലി ഫോർ 3 or 4 months, 3-4 മാസത്തേക്ക് അവതരിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ഇടക്കാല ബഡ്ജറ്റ് അഥവാ ഇൻട്രീം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പുതിയ സർക്കാർ ഈ പറഞ്ഞ പോലെ ഇവിടെ ഫോം ചെയ്തതിന് ശേഷം അവർ ആദ്യം ഒരു ബഡ്ജറ്റ് അവതരിക്കുന്ന വരെയുള്ള ഒരു കാലയളവിലേക്കുള്ളൊരു ബഡ്ജറ്റായിട്ടാണ് ഇൻട്രീം ബഡ്ജറ്റിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചാണ് ഇന്നലെ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറെക്കുറെ നമ്മുടെ പത്രങ്ങളുടെ മിക്ക പേജുകളിലും ഉണ്ടായിരുന്ന ആ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് പഠിക്കേണ്ട ആർട്ടിക്കിളും ആ ബഡ്ജറ്റ് തന്നെയാണ്. ബഡ്ജറ്റ് 2024-25 പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റിലുള്ള കുറേ കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അത് എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കാരണമാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആർട്ടിക്കിൾ സയൻസിന്റെ പെർസ്പെക്റ്റീവ് വരുന്നതാണ്. അതും ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 തന്നെയാണ് സയൻസും വരുന്നത്. അപ്പോൾ അവിടെ GM മസ്റ്റാർഡ്, GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ്, ഓക്കെ, മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുക് നമ്മുടെ മലയാളത്തിൽ, ഓക്കെ. അപ്പോൾ ആ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ആ വാർത്ത ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ നമ്മൾ ഈ 2 ടോപ്പിക്കിൽ നിന്നും പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ സോൾവ് ചെയ്തായിരിക്കും സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത് ഫസ്റ്റ് ടോപ്പിക് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ മാത്രമേ എടുത്തുള്ളൂ. ഇന്നത്തെ പത്രത്തിൽ മുഴുവൻ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപടി ആർട്ടിക്കിൾ നമുക്ക് ബഡ്ജറ്റുമായിട്ട് കാണാൻ സാധിക്കും. ഇത് എഡിറ്റോറിയൽ പേജിലെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബഡ്ജറ്റ് ഒക്കെ എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് പഠിച്ചതിന് ശേഷം ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് പ്രധാനപ്പെട്ട പ്രൊവിഷൻസും പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ആർട്ടിക്കിളിലേക്ക് തിരികെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഈ ഒരു ആർട്ടിക്കിളിന്റെ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആർട്ടിക്കിൾ ഹെഡ്ലൈൻ ഇത്രയാണ്: എ മെസ്സേജ് ഓഫ് ഫിസ്ക്കൽ സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, കണ്ടിന്യൂറ്റി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കുന്നത്. ഓക്കെ, തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. നമ്മളിപ്പം പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും പല ആർട്ടിക്കിൾസിനകത്ത് പറഞ്ഞ പോലെ ബഡ്ജറ്റിനെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കാണാം. എന്നാൽ ചില ആർട്ടിക്കിൾസിൽ പറഞ്ഞ ബഡ്ജറ്റിനെ വിമർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് കണ്ടേക്കാം. നമ്മുടെ ലക്ഷ്യം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ വേണം ഈ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബഡ്ജറ്റിന്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ ഗവൺമെന്റ് ബഡ്ജറ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ബാക്കപ്പ് ഇതിനകത്തുണ്ട്. ഓക്കെ, പക്ഷേ ഭരണഘടനയിൽ ഒരിടത്തും ഈ ബഡ്ജറ്റ് എന്നുള്ള വാക്ക് ബേസിക്കലി ഉപയോഗിക്കുന്നില്ല. ഭരണഘടനയിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആദ്യം തന്നെ ഓർത്തിരിക്കണം. ഈ ബഡ്ജറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കിനെ കുറിച്ചിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മെൻഷൻ ചെയ്യുന്ന ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ടോപ്പിക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അണ്ടർ ആർട്ടിക്കിൾ നമ്പർ 112 ആർട്ടിക്കിൾ 112 പ്രകാരമാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ബഡ്ജറ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള ഗവൺമെന്റിന്റെ വരവ് ചെലവ് കണക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു നൽകുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ബഡ്ജറ്റ്. ഒരു വർഷത്തേക്കുള്ള ഗവൺമെന്റിന്റെ വരവുകളും ചെലവുകളും, വരുമാനം എന്ന് പറഞ്ഞാൽ വരുമാനങ്ങൾ, ഗവൺമെന്റ് കൈകളിലേക്ക് വരുന്ന പൈസയും ഗവൺമെന്റ് കയ്യിൽ നിന്ന് ചെലവാകുന്ന പൈസകളെ, മീൻസ് വരുമാനത്തിനെ ഒരിക്കലും നമ്മളിവിടെ ഇൻകം നല്ല വിശേഷിപ്പിക്കുന്നത്. കാരണം നമ്മളിപ്പം കടം മേടിക്കുകയാണെങ്കിലും പൈസ നമ്മുടെ കൈകളിലേക്ക് വരുന്നത്, പക്ഷേ അത് നമ്മുടെ വരുമാനമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന എല്ലാ പൈസയും നമുക്ക് ഇൻകം എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ബോറോയിങ്സിനെ കൂടെ, കടം മേടിക്കുന്ന പൈസയും കൂടെ ഇതിന് ഉൾക്കൊള്ളിക്കാനായിട്ട് ഒരു കോമൺ വാക്കെന്ന രീതിയിൽ നമ്മുടെ കൈകളിലേക്ക് വരുന്ന പൈസ, മീൻസ് ഗവൺമെന്റ് ആംഗിളിൽ കൈകളിലേക്ക് വരുന്ന പൈസ വിശേഷിപ്പിക്കുന്നത് റെസീപ്റ്റ് എന്നുള്ളതാണ്. നേരെ തിരിച്ച് എക്സ്പെൻഡിച്ചർ, ചെലവിനെ എക്സ്പെൻഡിച്ചർ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള ഗവൺമെന്റ് വരവ് ചെലവ് കണക്കുകളെ രേഖപ്പെടുത്തുന്ന ഡോക്യുമെന്റ് ആണ് ബഡ്ജറ്റ് എന്നുള്ള കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കാം. ഇതിന് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന പേര് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അണ്ടർ ആർട്ടിക്കിൾ 112 എന്നുള്ള കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി ഈ ബഡ്ജറ്റ് എന്നുള്ള വരവ് ചെലവ് കണക്കുകളെന്ന് പറഞ്ഞു. നമ്മൾ ചെലവാക്കുന്ന ഏതൊരു പൈസയും അല്ലെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് വന്ന ഏതൊരു പൈസയും നമുക്ക് വേണമെങ്കിൽ ബ്രോഡ്ലി രണ്ടായിട്ട് ക്ലാസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട്, ഐ മീൻ ഡേ ടു ഡേ എക്സ്പെൻസുകളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡേ ടു ഡേ മീൻസ് സർവൈവലിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന പൈസ, അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വന്ന പൈസ, അങ്ങനെ ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന നമ്മുടെ ചെലവുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ വരവുകളായിക്കോട്ടെ, ഇത് വരുന്ന അക്കൗണ്ടിന്റെ പേരാണ് റവന്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പം
റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴേക്കും ആദ്യമേ മനസ്സിലേക്ക് വരേണ്ട കാര്യം ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓക്കെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ് റവന്യൂ ബഡ്ജറ്റ്. നേരെ തിരിച്ച് നമ്മൾ കൈകളിലേക്ക് നമ്മൾ പറഞ്ഞ ചെലവാക്കുന്ന പൈസ അല്ലെങ്കിൽ കൈകളിലേക്ക് വരുന്ന പൈസ ഏതെങ്കിലും തരത്തിൽ ലയബിലിറ്റീസിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസറ്റുകളോ ബിൽഡപ്പ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇല്ലാതെ കുറയ്ക്കുന്നോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് രേഖപ്പെടുത്താം. സോ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് നേച്ചർ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഏറെക്കുറെ ഇവിടെ വരുന്നത് റവന്യൂ ബഡ്ജറ്റിന്റെ ആംഗിളിലേക്ക് വരുന്നത്. എന്നാൽ ഈ പറഞ്ഞ അസറ്റിനോ ലയബിലിറ്റീസിനോ വേരിയേഷൻസ്, നമ്മുടെ സ്വത്തിനോ അല്ലെങ്കിൽ ബാധ്യതയ്ക്കോ വേരിയേഷൻസ് വരുന്നത്, ആ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ either ഇൻക്രീസ് ആകാം ഡിക്രീസ് ആകാം, ആ വേരിയേഷൻസ് ആണ് ഇവിടെ രേഖപ്പെടുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് രേഖപ്പെടുന്നത്. എന്തായാലും ഈ രണ്ട് ബഡ്ജറ്റിനകത്ത് നമുക്ക് വരവും ചെലവും കാണാൻ സാധിക്കുമല്ലോ. റവന്യൂ ബഡ്ജറ്റിനകത്ത് വരവാണെങ്കിൽ റവന്യൂ റെസിപ്റ്റ് എന്ന് രേഖപ്പെടുന്നു, റവന്യൂ ബഡ്ജറ്റിനകത്ത് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ രേഖപ്പെടുന്നു. നേരെ തിരിച്ച് ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് റെസിപ്റ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നും എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നോ ആണ് ഇവിടെ കറസ്പോണ്ടിംഗിലി രേഖപ്പെടുന്നത്. ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ അക്കൗണ്ടിലാണ് വരുന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു. നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണെങ്കിൽ ആ വരവ് ചില കണക്കുകൾ ഇവിടെ വരും. മറ്റൊരു അസറ്റ് ലയബിലിറ്റിയിൽ വേരിയേഷൻസ് വരുന്നതൊക്കെ ആണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് വരും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പം ഗവൺമെന്റ് ആംഗിൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്താൽ മതി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് സാലറി കാര്യങ്ങൾ കൊടുക്കുന്നത്, അപ്പോൾ സാലറി കാര്യങ്ങൾ അല്ലെങ്കിൽ പെൻഷൻ, റിട്ടയർ ആയ ഉദ്യോഗസ്ഥർക്ക് പെൻഷൻ ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതെല്ലാം റിപ്പീറ്റഡ് നേച്ചർ ഉണ്ട്, എല്ലാ മാസവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് സാലറി കൊടുക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. സോ ഗവൺമെന്റ് പേയിങ് സാലറീസ് ഓർ പെൻഷൻസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് എന്ന് പറയുമ്പോഴേക്കും അത് ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് മാറും. ഇനി അതേപോലെ തന്നെയാണ് ഗവൺമെന്റ് സബ്സിഡികൾ ഒരുപാട് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ റേഷൻ ഷോപ്പ് വഴിയൊക്കെ ആണെങ്കിൽ ഒരുപാട് സബ്സിഡൈസ് നിരക്കിൽ ധാന്യം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ആ സബ്സിഡികളൊക്കെ തന്നെ ഗവൺമെന്റ് സ്പെൻഡിംഗ് ആണ്, എക്സ്പെൻഡിച്ചർ ആണ്, അത് നിരന്തരം ഇങ്ങനെ കൊടുക്കൊണ്ടിരിക്കേണ്ടതാണ്, അത് റിക്കറിംഗ് നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ അതും എവിടെയാണ് വരുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കീഴിലാണ് വരുന്നത്. എന്നാൽ ഗവൺമെന്റ് ഒരു സ്ഥാപനം വിറ്റഴിക്കാന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം സപ്പോസ് പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ എയർ ഇന്ത്യ സർക്കാർ വിറ്റഴിച്ചത്. അപ്പം എയർ ഇന്ത്യ വിറ്റഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെന്റ് പൈസ ഇങ്ങോട്ട് കിട്ടി അല്ലേ. ഒരു സ്ഥാപനം വിറ്റഴിച്ചാൽ പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പക്ഷെ അങ്ങനെ വിറ്റപ്പോഴേക്കും കയ്യിലേക്ക് പൈസ വന്നു, റെസിപ്റ്റ് ആണ്, പക്ഷെ നമ്മുടെ ഒരു അസറ്റ് പോയല്ലേ, ഒരു അസറ്റ് നമുക്കൊരു സ്വത്ത് ഈ പറഞ്ഞ പോലെ അത് നഷ്ടത്തിലുണ്ടാകുന്ന കമ്പനി ആണെങ്കിൽ പോലും അത് നമ്മുടെ സ്വത്തായിരുന്നു. ആ അസറ്റ് നമ്മൾ പോയി കഴിഞ്ഞ് കിട്ടിയ പൈസ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എവിടെ രേഖപ്പെടുത്തി, ക്യാപിറ്റൽ റെസിപ്റ്റിനകത്ത് രേഖപ്പെടുത്തും. ഇങ്ങനെ സ്വത്തിനോ ബാധ്യതയ്ക്കോ വേരിയേഷൻസ് വരുന്നത് ഇൻക്രീസ് ആകാം ഡിക്രീസ് ആകാം, വേരിയേഷൻസ് വരുന്നതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. കയ്യിലേക്കാണോ വന്ന പൈസ, പോയതാണോ പൈസ എന്ന് നോക്കി നമുക്ക് അതിന് എക്സ്പെൻഡിച്ചർ ആണോ റെസിപ്റ്റ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നാൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആണ് ഇത് എവിടെ രേഖപ്പെടുത്തും, റവന്യൂ ബഡ്ജറ്റിനകത്ത് വരും. ഈ വർഷത്തെ ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ഏകദേശം 48 ലക്ഷം കോടി രൂപയുടെയാണ് കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ ഇന്നലെ വാർത്തയിൽ അത് കേട്ടിട്ടുണ്ടാവും. 48 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ്, അപ്രോക്സിമേറ്റ്ലി കുറച്ച് പൈസയും കൂടി ഉണ്ട്, അപ്രോക്സിമേറ്റ്ലി 48 ലാക്ക് ക്രോർ റുപ്പീസിന്റെയാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് എന്ന് ബേസിക്കലി അവതരിപ്പിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബഹുഭൂരിപക്ഷം എമൗണ്ട് വന്നിരിക്കുന്ന എങ്ങോട്ടേക്കാണ്, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 50%, അപ്രോക്സിമേറ്റ് 50 അല്ല 53%, 53% ഈ ഒരു ആംഗിളിലേക്ക് റവന്യൂ ബഡ്ജറ്റ് ആംഗിളിലേക്കാണ് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇപ്പോൾ 48 ലക്ഷം കോടി രൂപയിൽ നല്ലൊരു എമൗണ്ട് ഈ പറഞ്ഞ പോലെ എങ്ങോട്ടേക്കാണ് ഗവൺമെന്റ് ചിലവാകുന്നത്, റവന്യൂ മീൻസ് ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റിന് ചിലവാക്കേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പം ചെലവ് മാത്രം നോക്കുവാണെങ്കിൽ, ഇപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് അതിന്റെ വരവും ചെലവും കണക്കുകളൊക്കെ ഈക്വൽ ആക്കുമല്ലോ. നിങ്ങൾ പലപ്പോഴും കണക്കുകളൊക്കെ അവതരിപ്പിക്കാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, വരവ് ചെലവ് കണക്കുകൾ ലാസ്റ്റ് ആകുമ്പോൾ ഈക്വൽ ആയിരിക്കും. അപ്പം 48 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഈ രണ്ട് അക്കൗണ്ടിലായിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. ഇതിനകത്ത് 53% ഏതിനകത്താണ് വരുന്നത്, റവന്യൂ ഡേ ടു ഡേ ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ചെലവുകളാണ്. പോയിട്ട് ബാക്കി ഏകദേശം 47% മാത്രമേ എവിടെയുള്ളൂ, ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. മീൻസ് ക്യാപിറ്റൽ അസറ്റുകൾ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ 47% ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ബഡ്ജറ്റിന്റെ ഒരു ചെറിയൊരു ഓവർവ്യൂ, ഒരു ചെറിയ ഓവർവ്യൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് മെയിൻലി നോക്കാം, ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് മെയിൻലി പ്രധാനമായിട്ടും സർക്കാരിന് വരുമാനം എവിടെ നിന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഏകദേശം മൊത്തം പറയുവാണെങ്കിൽ 48 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് നോക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് 27% വരുന്ന എവിടുന്നാണ്, ബോറോയിങ്സ്, കടമെടുപ്പിലൂടെ. അപ്പം നമുക്ക് ഗവൺമെന്റ് കയ്യിലേക്ക് വരുന്ന പൈസയുടെ നല്ലൊരു ശതമാനം എവിടുന്നാണ് വരുന്നത്, ബോറോയിങ്സിലൂടെയാണ് ബേസിക്കലി ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കണം, രണ്ടാം സ്പോട്ടിൽ നിൽക്കുന്നത് ഇൻകം ടാക്സ് ആണ്, മൂന്നാം സ്പോട്ടിൽ നിൽക്കുന്നത് GST, ഓക്കെ, നാലാമത് നിൽക്കുന്ന കോർപ്പറേഷൻ ടാക്സ്, നമ്മൾ കമ്പനികളൊക്കെ അടയ്ക്കുന്ന നികുതികളായിട്ട് വേണ്ടി പറയുകയാണ് കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, സോ കോർപ്പറേഷൻ ടാക്സുകൾ 17%, ഇൻകം ടാക്സ് 19% വരുന്നുണ്ട്, പിന്നെ GST 18%. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഈ വർഷം സർക്കാർ ഇത് നമ്മൾ അടുത്ത ഫിനാൻസ് ഈ 2024-25 വരും മാസങ്ങളിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന, അതായത് എക്സ്പെക്ടേഷൻ ആണ് കേട്ടോ. അപ്പം ഗവൺമെന്റ് ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ GST കൂടുതൽ വരുമാനം ഗവൺമെന്റ് എവിടെ കിട്ടുമെന്നാണ് പറയുന്നത്, ഇൻകം ടാക്സിലൂടെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വലിയൊരു പോയിന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ഓർത്തിരിക്കാവുന്നതാണ്. കാരണം യൂഷ്വലി പറയുകയാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു, റിവേഴ്സ് ട്രെൻഡ് ആയിരുന്നു. ഒരു വർഷമൊക്കെ മുമ്പ് പറയുവാണെങ്കിൽ
GST കുറവായിരുന്നു ഇൻകം ടാക്സിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പതുക്കെ ഇൻകം ടാക്സിൽ നിന്ന് കൂടുതൽ വരുമാനം ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് ബോറോയിങ്സിനാണ്, അത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ്, പിന്നെ GST, അതിനുശേഷം കോർപ്പറേഷൻ ടാക്സ് ആണ് വരുന്നത്. ഇനി അടുത്ത ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നതിന്റെ കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ സ്പെൻഡിങ്ങിന്റെ ആംഗിൾ നോക്കുവാണെങ്കിൽ സ്പെൻഡിങ് ഏറ്റവും കൂടുതൽ ഇപ്പം സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ ബോറോയിങ് തീർച്ചയായിട്ടും നമ്മൾ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പെൻഡിങ് ആയിരിക്കും. സ്പെൻഡിങ്ങിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതായിരിക്കും? ഇൻകം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, കടമെടുപ്പ് കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാടധികം നമ്മൾ പലിശയാണെങ്കിലും അടയ്ക്കണം. അപ്പം സ്പെൻഡിങ് എക്സ്പെൻഡിച്ചറിനകത്ത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഫസ്റ്റ് സ്പോട്ട് നിൽക്കുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. ആ കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി നമുക്ക് ഈ ബഡ്ജറ്റിനകത്ത് ഈ വർഷം ഇപ്പോൾ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട തീമുകളൊക്കെ നോക്കാം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബഡ്ജറ്റിനകത്ത് പറയുന്നത്. ഒന്ന്, എംപ്ലോയ്മെന്റ് ജനറേഷനെ കുറിച്ച്. 2, സ്കില്ലിങ്ങിനെ, എസ്പെഷ്യലി യൂത്തിന്റെ ഈ പറഞ്ഞ പോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി യൂത്തിന് സ്കില്ല് ചെയ്യുക, സ്കിൽ അപ്ഗ്രഡേഷനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ചെറുകിട കുടിൽ വ്യവസായങ്ങൾ, MSMEs, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. പിന്നെ മിഡിൽ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഈ അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് ഏറെക്കുറെ നോക്കുവാണെങ്കിൽ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്: എംപ്ലോയ്മെന്റ് ജനറേഷൻ, സ്കില്ലിംഗ്, MSMEs ആൻഡ് മിഡിൽ ക്ലാസ്സസ്. ഇനി ഇതിനകത്ത് ഈ ഓരോ 4 സെക്ഷനിലേക്കും ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പ്രപ്പോസൽ നമ്മൾ ടാക്സിൽ വരുത്തിയ വ്യത്യാസങ്ങളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. മെയിനായിട്ട് പറയുവാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിന് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട്. ഷോർട്ട് ടേം ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ്? ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, അത് 110 രൂപയ്ക്ക് നമ്മൾ മറിച്ച് വിൽക്കുവാണെങ്കിൽ വി ഹാവ് ഒബ്ടൈൻഡ് എ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് 10 റുപ്പീസ്. ഇതാണ് ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മൾ വാങ്ങിയതും വിറ്റതുമായിട്ടുള്ള വിലയുമായിട്ടുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. നഷ്ടമാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത്. ഗെയിൻ മീൻസ് ലാഭം ഉണ്ടാകുന്നുണ്ട്, മേടിച്ചതിനേക്കാൾ കൂടിയ വിലയ്ക്ക് നമ്മൾ അവിടെ വിൽക്കുന്നുണ്ട്. സോ ഇതിന് ഗവൺമെന്റിന് നമ്മൾ ടാക്സ് കൊടുക്കണം. അത് കുറച്ച് നാൾക്കുള്ളിൽ നമ്മൾ നടത്തിയ ഇടപാടുകളാണെങ്കിൽ ഷോർട്ട് ടേം എന്നറിയപ്പെടും. ദീർഘനാൾ നമ്മൾ കൈവശം വെച്ചിട്ടാണ് വിറ്റതെങ്കിൽ അതിനെ നമ്മൾ ലോങ് ടേം എന്നറിയപ്പെടുന്നത്. സോ ഇവിടെ നിലവിൽ നോക്കുവാണെങ്കിൽ ഷോർട്ട് ടേമിനായിട്ടുള്ള ഗെയിനുകൾക്ക് 20% സർക്കാരിലേക്ക് ടാക്സ് കൊടുക്കേണ്ടത്. ലോങ് ടേം ആണെങ്കിൽ 12% ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. ഇനി മറ്റൊരു കാര്യമാണ് ഏഞ്ചൽ ടാക്സ്. ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഏഞ്ചൽ ടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ടല്ലോ, നമ്മൾ തുടക്കം ഫസ്റ്റ് ഓഫ് ഓൾ ഒക്കെ തുടക്കം കുറിക്കുന്ന ചെറിയ ഒരു എന്താ പറയുക, നല്ലൊരു ഐഡിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ടപ്പുകളൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന ഇൻവെസ്റ്റേഴ്സിനെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും ലിസ്റ്റ് ഔട്ട് ആയിരിക്കത്തില്ല. അപ്പം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ അൺലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ നമ്മൾ അവരുടെ ഓരോ കമ്പനിക്ക് അവരുടെ ഷെയറിന് ഒരു ഏകദേശം മൂല്യം ഉണ്ടാവും. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ വിറ്റ് വരവും ഒക്കെ നോക്കിയിട്ട് ഒരു പ്രോഫിറ്റ് ഒക്കെ നോക്കിയിട്ട് ഏകദേശം ഷെയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ അവയുടെ ഒരു നോർമൽ ഷെയർ വാല്യൂവിന് മുകളിൽ ഏതെങ്കിലും ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ഷെയർ വാങ്ങുകയാണെങ്കിൽ ആ ഏഞ്ചൽ ഇൻവെസ്റ്റർ കൊടുക്കേണ്ട ടാക്സിന്റെ പേരാണ് ഏഞ്ചൽ ടാക്സ്. ഇപ്പം നിലവിൽ ഇത്രയും നാൾ നമുക്ക് ഏഞ്ചൽ ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൽ കണ്ടോ, അബോളിഷ് ഏഞ്ചൽ ടാക്സ് ഫോർ ഓൾ ക്ലാസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇനി മുതൽ ഏഞ്ചൽ ടാക്സ് ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യമായിട്ട് പറയുന്നത് കോർപ്പറേറ്റ് ടാക്സുകൾ. അതായത് ഇവിടെ കമ്പനികളൊക്കെ കൊടുക്കേണ്ട നികുതിയിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. കമ്പനികൾ കൊടുക്കുന്ന നികുതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയും ഫോറിൻ ബേസ്ഡ് കമ്പനികളും. ഇന്ത്യൻ കമ്പനികൾ പൊതുവിൽ കൊടുത്തുകൊണ്ടിരുന്ന 30%, ഫോറിൻ കമ്പനികൾ കൊടുത്തുകൊണ്ടിരുന്നത് 40%. ഇപ്പം ഈ ഫോറിൻ കമ്പനികൾ കൊടുക്കേണ്ട 40% നമ്മൾ എത്രയിലേക്കാക്കി? 35%ലേക്ക് കുറച്ചു. അപ്പോൾ ഇതെല്ലാം റേറ്റുകൾ കുറയ്ക്കുമ്പോഴേക്കും നമുക്കൊരു സംശയം വന്നേക്കാം, സർക്കാരിന്റെ വരുമാനം കുറയത്തില്ലേ എന്നൊരു സംശയം. നേരെ തിരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ വരുമാനമൊക്കെ പ്രതീക്ഷിക്കുന്ന ഇൻകം ടാക്സിൽ നിന്നാണ്. പക്ഷേ ഇങ്ങനെ റേറ്റുകൾ കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെ പലപ്പോഴും പല കമ്പനികൾ അല്ലെങ്കിൽ വ്യക്തികളെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, ഇപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഇത്രമാത്രം ഹയർ റേറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നതാണ്. ഹയർ റേറ്റ് ടാക്സുകൾ പിടിക്കുന്നതിനെയാണ് ടാക്സ് ടെററിസം എന്ന് ബേസിക്കലി പറയുന്നത്. അപ്പോൾ ടാക്സ് ടെററിസം എന്ന് പറയുമ്പോൾ വലിയ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള റേറ്റുകൾ ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുമ്പോഴേക്കും പതുക്കെ ജനങ്ങൾ ഇത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ ഇത് കൊടുക്കാതിരിക്കാനുള്ള വഴികൾ ആലോചിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കെ ഇനി മാറിക്കോളും. അതായത് ചെറിയ എമൗണ്ട് ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും എന്ത് ചെയ്തോളും? പേ ചെയ്തോളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ എമൗണ്ട് ടാക്സ് കളക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസും ഇതിലൂടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എനിവേ ഫോറിൻ കമ്പനീസ് കൊടുക്കേണ്ട കോർപ്പറേറ്റ് ടാക്സ് 40% നിന്ന് 35% ആക്കി ഏഞ്ചൽ ടാക്സ് അബോളിഷ് ചെയ്തു എന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഇനി അടുത്തൊരു പോയിന്റ് ആണ് ഇവിടെ എംപ്ലോയ്മെന്റ് ജനറേഷൻ. ടാക്സ് റെജീമുമായിട്ട് ബന്ധപ്പെട്ട ടാക്സ് റേറ്റുകളുടെ വേരിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ടാക്സ് റേറ്റുകൾ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ മാറ്റങ്ങൾ നൽകി വരുത്തിയിട്ടുണ്ട്. ഇത്ര നാൾ നമ്മൾ പറയുവാണെങ്കിലും പുതിയ ടാക്സിന്റെ നിയമപ്രകാരം 7 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർ, 3 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ആൾക്കാർ ടാക്സ് ഗവൺമെന്റിലേക്ക് കൊടുക്കുക വേണ്ട. 3 തൊട്ട്
6 ലക്ഷം രൂപ വരെയുള്ള ആളുകൾ വരുമാനത്തിന്റെ 5% കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ 6 ലക്ഷം തൊട്ടിട്ട് 9 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആൾക്കാർ വരുമാനത്തിന്റെ 10% ടാക്സ് കൊടുക്കണമായിരുന്നു. 9 ലക്ഷം തൊട്ട് 12 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആൾക്കാർ വരുമാനത്തിന്റെ 15%, 12 ലക്ഷം തൊട്ട് 15 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആൾക്കാർ വരുമാനത്തിന്റെ 20%, 15 ലക്ഷവും മുകളിലേക്കുള്ള ആൾക്കാർ വരുമാനത്തിന്റെ 30% ഗവൺമെന്റിലേക്ക് ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്യണമായിരുന്നു. ഇതിനകത്ത് നമ്മൾ ടാക്സ് എക്സംഷൻ ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് റിഡീം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന 7 ലക്ഷം രൂപ വരെ, അതായത് 6 തൊട്ട് 7 വരെ എന്നുള്ള ഈ പോയിന്റുള്ളൂ, ഇത് 7 ആയിട്ട് നമുക്ക് എടുക്കാം. 7 ലക്ഷം രൂപ വരെയാണ് നമ്മൾ ഏൺ ചെയ്യുന്നതെങ്കിൽ ഈ റേറ്റ് വെച്ച് നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കണം. പക്ഷേ നമ്മൾ ആ കൊടുത്ത ടാക്സ് നമുക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ ആനുവൽ വരുമാനം 7 ലക്ഷത്തിൽ താഴെയാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കൊടുത്ത ടാക്സ് എൻറ്റയർലി നമുക്ക് തിരികെ അക്കൗണ്ടിലേക്ക് കേടുവരുന്നു. ഇതിനെ ടാക്സ് റിഡീം ഓപ്ഷൻ എന്നൊക്കെ ബേസിക്കലി പറയാൻ സാധിക്കുന്നത്. ഇനി മുതൽ ഇപ്പോഴും ഇതാണ് പുതിയ ടാക്സ് സിസ്റ്റം. പണ്ട് ഇത് 5 ലക്ഷം രൂപ വരെയായിരുന്നു. അതാണ് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ 7 ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിലെ ടാക്സിൽ മീൻസ് എക്സംഷൻ ലിമിറ്റിൽ വേരിയേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ ടാക്സിന്റെ റേറ്റിൽ വേരിയേഷൻ വരുത്തി. അതായത് നോക്കി, ഇനി മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർ ടാക്സ് അടയ്ക്കുക വേണ്ട. 3 തൊട്ട് 7 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർ 5% അടച്ചാൽ മതി. നേരത്തെ നോക്കി 3 തൊട്ട് 6 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാരായിരുന്നു 5% അടയ്ക്കേണ്ടത്. 6 തൊട്ട് 9, 10 അടയ്ക്കേണ്ടത്. ഇനി മുതൽ 3 തൊട്ട് 7 വരെ കിട്ടുന്ന ആൾക്കാർ ടാക്സ് 5% അടച്ചാൽ മതി. 7 ലക്ഷം തൊട്ടിട്ട് 10 ലക്ഷം രൂപ വരെ ആൾക്കാർ 10%, 10 തൊട്ട് 12 ലക്ഷം രൂപ വരെ ആൾക്കാർ 15 അടച്ച്. അങ്ങനെ ആ ഒരു ടാക്സിന്റെ സ്ലാബിന് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ട്. 7 ലക്ഷം രൂപ വരെ 3 തൊട്ട് 7 വരെയുള്ള ആൾക്കാർ, 7 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആൾക്കാർ 5% അടച്ചാൽ മതി. അപ്പോൾ ആ ടാക്സിന്റെ സ്ലാബിനകത്ത് ഗവൺമെന്റ് വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിഡ് എംപ്ലോയീസിന്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ വരുമാനത്തിന് ഇപ്പം 7 ലക്ഷമാണ് ടാക്സ്, 7 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ് സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. സപ്പോസ് നമ്മുടെ വരുമാനം 7,40,000 എന്ന് വിചാരിച്ചു. നമ്മൾ റെഗുലർ സാലറിഡ് എംപ്ലോയി ആണ്. 7,40,000 ആണ് നമ്മുടെ ടോട്ടൽ ആനുവൽ വരുമാനം. ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് 50,000 രൂപ കുറയ്ക്കാൻ പറ്റുമായിരുന്നു ഇത്ര നാളും. അപ്പോൾ 50,000 കുറയ്ക്കുമ്പോഴേക്കും നമ്മുടെ വരുമാനം 6,90,000 ആയിട്ട് മാറി. നമ്മൾ പറയുവാണെങ്കിൽ ടാക്സ് അടച്ചിട്ട് ഫയൽ ചെയ്യാൻ നേരം നമ്മൾ 6,90,000 ഉള്ളൂ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്ത എൻ്റെ എമൗണ്ട് തിരികെ കയറുമായിരുന്നു. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അപ്പോൾ ഇത്ര നാൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയുണ്ടായിരുന്നു. അതിപ്പോൾ എത്രയിലേക്ക് കയറ്റി? 75,000 രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഇനി മുതൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി സാലറിയുടെ എംപ്ലോയീസിന് 75,000 രൂപ റീക്ലെയിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേപോലെ ഫാമിലി പെൻഷനേഴ്സ് ആണെങ്കിൽ ഇത്ര നാളും ചെയ്യാൻ പറ്റിയിരുന്ന 15,000 രൂപയായിരുന്നു അവർക്ക് റിട്ടേൺ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതിന് മുതൽ റിഡക്ഷൻ എത്ര പറ്റും? 25,000 രൂപ റിഡക്ഷൻസ് അവർക്കും പോസിബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആക്ച്വലി ജനങ്ങളുടെ കൈകളിലെ വരുമാനത്തിന്റെ അളവ് കൂട്ടുക. അതായത് ഡിസ്പോസിബിൾ ഇൻകം. ഇപ്പം നമുക്ക് 100 രൂപ കിട്ടി, അതിൽ നിന്ന് ടാക്സ് ആയിട്ട് 10 രൂപ പോയെന്ന് വിചാരിച്ചു. ബാക്കി നമ്മുടെ കയ്യിൽ എത്രയാണ് ചിലവാക്കാനുള്ള? 90 രൂപ. ഇതിനാണ് ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. എത്ര രൂപ നമുക്ക് ചിലവാക്കാൻ കയ്യിലുണ്ട്? അപ്പോൾ ആക്ച്വലി ഇതെല്ലാം ചെയ്യുമ്പോൾ സർക്കാർ എന്താ ചെയ്യുന്നത്? ഈ ഡിസ്പോസിബിൾ ഇൻകം കൂട്ടുക ചെയ്യുന്നത്. ഈ ഡിസ്പോസിബിൾ ഇൻകം കൂട്ടുമ്പോഴേക്കും മാർക്കറ്റിൽ ഡിമാൻഡ് ഉയരും. സാധനങ്ങൾ ആളുകൾ കൂടുതൽ മേടിക്കുക, കൂടുതൽ കപ്പാസിറ്റി ഉണ്ടല്ലോ, കയ്യിൽ പൈസ കൂടുതൽ നിൽക്കും. അപ്പോൾ ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാവും. സാധനങ്ങൾ കൂടുതൽ വാങ്ങാൻ തയ്യാറാകുമ്പോൾ കമ്പനികൾ അതിനനുസരിച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. കമ്പനികൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ നാട്ടിൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യും? എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. അങ്ങനെ വരുമ്പോഴേക്കുമാണ് തൊഴിലവസരങ്ങൾ മെയിൻലി നമുക്ക് നാട്ടിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പടികളായിട്ടാണ് ഇതിനെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു പോയിന്റ് ആണ് ഇപ്പം ചെലവിന്റെ കാര്യം. എക്സ്പെൻഡിച്ചറിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഏറ്റവും കൂടുതൽ സർക്കാർ എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഒരു ഇൻട്രസ്റ്റ് പേയ്മെന്റ് 19% ഉണ്ട്. പിന്നെ അതിന് മുകളിലുള്ളതാണ് 21%. ബേസിക്കലി പറയുവാണെങ്കിൽ സർക്കാർ സ്റ്റേറ്റ് ഷെയർ ഓഫ് ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്, അതായത് നമ്മൾ ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വിധിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ പൈസ സംസ്ഥാനങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിന്റെ അത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 21% വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വർഷം പ്രതീക്ഷിക്കുന്ന 21% സ്റ്റേറ്റുകൾക്കുള്ള ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഷെയർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 9%, 16% സെൻട്രൽ സെക്ടർ സ്കീമുകളിലേക്കുള്ള 16% വരുന്നുണ്ട്. ഫിനാൻസ് കമ്മീഷന്റെ മറ്റു കാര്യങ്ങളായിട്ട് 9%, സെൻട്രലി സ്പോൺസർ സ്കീമുകൾ 8%, അതർ എക്സ്പെൻഡിച്ചർ ആണ്. പെൻഷൻ ആനുകൂല്യം നോക്കിയാൽ 4%ആണ് പെൻഷനുകൾ കൊടുക്കാനായിട്ട്. ഡിഫൻസ് മേഖലയിലേക്ക് 8% ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്സിഡി ഇനത്തിൽ കൊടുക്കാനായിട്ട് 6%. സബ്സിഡി ഇനത്തിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 6% സബ്സിഡി ഇനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി എക്സ്പെൻഡിച്ചർ ആംഗിളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്തത് ടോട്ടൽ മൊത്തം എല്ലാ മിനിസ്ട്രികളുടെ ആംഗിൾ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന മിനിസ്ട്രി ഏതിലേക്കാണ്? ഡിഫൻസിലേക്കാണ്. 4,54,773 ലക്ഷം കോടി രൂപയാണ് ഡിഫൻസിലേക്ക് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്. അതാണ് 8% നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. എഡ്യൂക്കേഷനിലേക്ക് കൊടുക്കുന്ന ഗവൺമെന്റ് എത്രമാത്രമാണ്? 1,25,000 കോടി രൂപ. ഓക്കെ, ഹെൽത്തിലേക്ക് 89,000 കോടി രൂപ. ഇതിന്റെ എത്ര മൾട്ടിപ്പിൾസ് ആണ് നമ്മൾ നോക്കിയേ? ഡിഫൻസ്. ഓക്കെ, കാരണം ഡെവലപ്പിംഗ് രാജ്യമാണ്. നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ നമ്മുടെ അതിർത്തികളിൽ പ്രശ്നവും കാര്യങ്ങളുണ്ട്, തീർച്ചയാണ്. അതോടൊപ്പം നമുക്ക് മെയിൻസിനകത്തൊക്കെ ചില സമയങ്ങളിൽ എഴുതാൻ പറ്റുന്ന പോയിന്റുകളാണ്. നമ്മൾ എഡ്യൂക്കേഷനും ഹെൽത്തിനും ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആ ഒരു അലോക്കേഷൻ നോക്കി, ഹെൽത്തിലേക്ക് വളരെ ചെറിയൊരു അലോക്കേഷനാണ്. 89,287 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൂടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ പറഞ്ഞ രീതിയിൽ എഡ്യൂക്കേഷനും ഹെൽത്തിനും കൂടുതൽ പ്രാധാന്യം കൃത്യമായിട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ,
ദെൻ സർക്കാരിൻ്റെ റവന്യൂ റെസീപ്റ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഓരോ വർഷത്തെ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ റവന്യൂ റെസീപ്റ്റുകൾ പതുക്കെ പതുക്കെ ഉയരുന്നുണ്ട് അല്ലേ. 23.8 നിന്നും 26.3, പിന്നെ 27, പിന്നെ 31.3. ഈ ട്രെൻഡ് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരും. പരീക്ഷയ്ക്ക് UPSC ചോദിക്കാറുള്ളതാണ്. ഫോർ ദ പാസ്റ്റ് 2 years റവന്യൂ റെസീപ്റ്റ്സ് ഹാവ് ബീൻ ഡിപ്പിംഗ്, മീൻസ് ഡിക്രീസിങ് എന്ന് പറയാൻ തെറ്റ, ഇൻക്രീസിങ്. ലാസ്റ്റ് 2 വർഷമായിട്ട് റവന്യൂ റെസീപ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ റെസീപ്റ്റ് നോക്കിയും ക്യാപിറ്റൽ റെസീപ്റ്റ് കുറവാണ് വരുന്നത്. കാരണം ഇപ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഏറെക്കുറെ നമ്മൾ വിറ്റഴിക്കുന്ന പരിപാടികൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയിൽ നിന്നുമൊക്കെയുള്ള ലാഭങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കുറയാൻ മറ്റൊരു കാര്യം വേറൊന്ന് പറയുവാണെങ്കിൽ അധികം നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. അതൊരു നല്ല കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. ഡിസ്ഇൻവെസ്റ്റ് സാധനങ്ങൾ വിറ്റഴിക്കുമ്പോഴേക്കുമാണല്ലോ കൂടുതൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ആയിട്ടും വരുന്നത്. അപ്പോൾ അതൊക്കെ കുറയുന്നതിൻ്റെയും ഒരു നല്ലൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. സോ എനിവേ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇത് കഴിഞ്ഞ 2022 18.1, പിന്നെ 18.7, പിന്നെ അത് കുറഞ്ഞു. ലാസ്റ്റ് ഒരു 1 year ആയിട്ട് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കുറയുന്നതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ കോളം നോക്കുവാണെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൂടിക്കൊണ്ടിരിക്കുക. മീൻസ് സാലറി, പെൻഷൻസ് ഇതെല്ലാം വരുന്ന ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് കൂടുതൽ കമ്പനികളൊക്കെ ബിൽഡ് ചെയ്യാനുള്ള അസറ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിനെ അപേക്ഷിച്ച് ഈ വർഷം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതൊരു നല്ലൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. സോ പിന്നെ മറ്റൊരു പോയിന്റ്, ഇപ്പം നമ്മൾ പറഞ്ഞ ആ ഒരു പൊതുവായിട്ടുള്ള ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യങ്ങളാണ് MSMEസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞായിരുന്നു, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അതിനും ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ആരാണ് ഈ MSME അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് MSME വെബ്സൈറ്റിൽ, മീൻസ് ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ഗവൺമെന്റ് വെബ്സൈറ്റ് തന്നെ ആശ്രയിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടും. സോ ഇവിടെ എങ്ങനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രിയെ മൈക്രോ, സ്മോൾ, മീഡിയം എന്നൊക്കെ ക്ലാസിഫൈ ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ടേൺ ഓവർ ആണ്. അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നോട്ട് മോർ ദാൻ 1 crore ആയിരിക്കണം. 1 കോടിയിൽ കൂടുതൽ തുക നമ്മൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ആ കമ്പനിയുടെ ആനുവൽ ടേൺ ഓവർ നോട്ട് മോർ ദാൻ 5 crore ആയിരിക്കണം. അപ്പം ഇൻവെസ്റ്റ്മെന്റ് 1 കോടി കടക്കാനും പാടില്ല, ടേൺ ഓവർ 5 കോടി കടക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനം ഏതായിട്ട് മാറും? മൈക്രോ എന്റർപ്രൈസ് ആയിട്ട് മാറും. എന്നാൽ ഇപ്പൊ നമ്മൾ സപ്പോസ് ലിമിറ്റ്, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത ലിമിറ്റ് 80 ലക്ഷം രൂപയുള്ളൂ. അപ്പോൾ 1 കോടിക്ക് താഴെയാണ് ഇരിക്കുന്നത്, സാരമില്ല. പക്ഷെ ടേൺ ഓവർ 6 കോടി രൂപയാണ് എങ്കിൽ നമുക്ക് കിട്ടുമോ? ഇല്ല. കാരണം ഇത് രണ്ടും പാലിക്കണം. 1 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ക്രോസ് ചെയ്യാനും പാടില്ല, 5 കോടി രൂപ ടേൺ ഓവർ ക്രോസ് ചെയ്യാനും പാടില്ല. എങ്കിലേ ഉള്ളൂ നമ്മുടെ കാറ്റഗറി മൈക്രോയിൽ വരുള്ളൂ. ഇനി സ്മോളിലേക്ക് കിടക്കുമ്പോഴേക്കും ഇൻവെസ്റ്റ്മെന്റ് 10 കോടി രൂപ വരെയാകാം. ആനുവൽ ടേൺ ഓവർ എത്ര ക്രോസ് ചെയ്യാൻ പാടില്ല? 50 കോടി ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥാപനം സ്മോൾ എന്റർപ്രൈസ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഇനി മീഡിയം എന്റർപ്രൈസ് ആണെങ്കിലോ? മീഡിയം എന്റർപ്രൈസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് 50 കോടി കടക്കാനും പാടില്ല, ടേൺ ഓവർ 250 കോടിയും കടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്റർപ്രൈസ് മീഡിയം എന്റർപ്രൈസ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും. സോ ഇത്രയാണ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ബഡ്ജറ്റിന്റെ അലോക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കീം എടുത്ത് പറയുന്നുണ്ട്. പ്രധാനമന്ത്രി മുദ്ര യോജനയെ കുറിച്ച് എടുത്ത് പറയുന്നത്, അതായത് MSMEകൾക്കുള്ള ഒരു കൈത്താങ്, ഒരു സഹായമാണ് ഈ സ്കീം, പ്രധാനമന്ത്രി മുദ്ര യോജന. അതായത് ഇവർക്ക് ചെറിയ തുകയ്ക്ക്, മീൻസ് ചെറിയ പലിശയ്ക്ക് ലോൺ കിട്ടുന്ന ഒരു സ്കീമാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. ഇതിന് ബേസിക്കലി പബ്ലിക് സെക്ടർ ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും ഒക്കെ തന്നെ 10 ലക്ഷം രൂപ വരെയുള്ള ലോണുകൾ ഈ MSME സെക്ടറിന് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത്ര നാളും കൊടുത്തുകൊണ്ടിരുന്ന 10 ലക്ഷമാണ്. ഈ ബഡ്ജറ്റിൽ ഈ 10 എന്നുള്ള എത്രയിലേക്ക് ഉയർത്തി? 20 ലക്ഷം രൂപ വരെയാക്കി ഉയർത്തിയിട്ടുണ്ട്. അപ്പം ഇനി മുതൽ MSMEസിന് ഈ മുദ്ര യോജന സ്കീമിലൂടെ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ വരെ ലോൺ കിട്ടാൻ സാധിക്കും. ഈ 20 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും 3 കാറ്റഗറി ലോൺസ് ആണ്. ഒന്ന് ശിശു ലോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ വരെയുള്ള ലോണുകളെയാണ് ശിശു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 50,000 തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ളതാണെങ്കിൽ കിഷോർ ലോണിനകത്തും, അതേപോലെ തരുൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ 20 ആണ്. 5 തൊട്ട് 20 ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് തരുൺ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി മുദ്ര യോജന MSMEസിനുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണ്. ഇത്ര നാളും 10 ലക്ഷം രൂപയായിരുന്നു. ഈ ബഡ്ജറ്റ് എത്രയായിട്ട് ഉയർത്തി? 20 ലക്ഷം രൂപയായിട്ട് ഉയർത്തി. അതിനകത്ത് ഉയർത്തി ഈ തരുൺ എന്നുള്ള കാറ്റഗറിയിൽ 10 എന്നുള്ള അപ്പർ ലിമിറ്റ് 20 ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്തത് യുവാക്കളുടെ ഈ പറഞ്ഞ പോലെ എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ജോലി, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് ജനറേറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കില്ലിങ്ങിന്റെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഈ വർഷത്തെ ബഡ്ജറ്റിനകത്ത് എടുത്ത് പറയുന്നുണ്ട് സ്കില്ലിംഗ്. ആ സ്കില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇനി മുതൽ പ്രൈവറ്റ് കമ്പനികളിലൊക്കെയാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഇന്റേൺഷിപ്പിനുള്ള അവസരങ്ങൾ ഒരുക്കുകയും അതിന് ഈ പറഞ്ഞ പോലെ വരുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് തീർച്ചയായിട്ടും കൊടുക്കണമല്ലോ. അപ്പോൾ ആ സ്റ്റൈഫൻഡ് കമ്പനികൾക്ക് അവരുടെ CSR ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാം എന്നുള്ളൊരു പോയിന്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് CSR ഫണ്ട് അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും നിങ്ങൾ റോഡിലൂടെ ഒക്കെ പോകുമ്പോഴേക്കും പല സ്കൂളുകൾ എസ്പെഷ്യലി ഇതൊക്കെ കൂടുതൽ ചിലവാക്കാൻ സ്കൂളുകളിലേക്കൊക്കെയാണ്. സ്കൂളുകളുടെ കെട്ടിടം ഇന്ന സ്ഥാപനത്തിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം, അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിന്റെ ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച വാഹനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണാറുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഈ CSR എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് കമ്പനികളൊക്കെ ഒരിടത്ത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പല രീതിയിലും ആ ഇടത്തിന് ആ പ്ലേസിനെ അവർ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഇതർ എയർ പൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ ആകാം, അല്ലെങ്കിൽ സൗണ്ട് പൊല്യൂഷൻ ആകാം. എന്തായാലും ഒരു രീതിയിൽ അവർ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പൊല്യൂഷൻ നടത്തിയിട്ടാണ് ഈ കമ്പനിയെല്ലാം എന്ത് ചെയ്യുന്നത്, ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ആ ലാഭം ഉണ്ടാക്കിയതിൻ്റെ ഈ പറഞ്ഞ പോലെ ലാഭം ഉണ്ടാക്കിയത് ഈ എൻവയോൺമെന്റിനെ ചൂഷണം ചെയ്തുകൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതിക്ക് നല്ലത് ഉതകുന്ന കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കണം. ആ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ചെയ്തിരിക്കണം. ഇതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ആ സമൂഹത്തിന് നല്ലത് ഒരുപാട് ചെയ്തിരിക്കണം. ഇത് ചെയ്യേണ്ടത് ഏതുതരം കമ്പനികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ബാക്കപ്പ് ഉണ്ട്, ലീഗൽ ബാക്കപ്പ് ഉള്ളതാണ് കേട്ടോ. കമ്പനീസ് ആക്ട് 2013 ഇത് എടുത്ത് പറയുന്ന ഒരു പോയിന്റാണ്. ഇത് പ്രകാരം ഏതെങ്കിലും കമ്പനി വിത്ത് an annual turnover of rupees 1 lakh crore rupees or more and net worth of 500 crore or more or a net profit of 5 crore or more, ഇത് മൂന്നെണ്ണം പറയുന്നുണ്ട്. ആനുവൽ ടേൺ ഓവർ 1000 അതിൽ കൂടുതലോ, അല്ല 1000 കോടി രൂപയോ അതിൽ കൂടുതലോ, നെറ്റ് വർത്ത് 500 കോടിയോ അതിൽ കൂടുതലോ, നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിൽ കൂടുതലോ ഉള്ള കമ്പനികളാണ് ഈ CSR അടയ്ക്കേണ്ടത്. അവരെങ്ങനെ അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചാൽ they have to spend 2% of their average net profit over the previous 3 years. കഴിഞ്ഞ 3 വർഷത്തെ നെറ്റ് പ്രോഫിറ്റിന്റെ ആവറേജ് എടുത്തിട്ട് അതിന്റെ 2% അവർ എന്ത് ചെയ്തിരിക്കണം, ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിലേക്ക് വിനിയോഗിച്ചിരിക്കണം. ഇനി മുതൽ ആ ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് കുട്ടികൾക്ക് ഇപ്പോൾ ഇന്റേൺഷിപ്പ് വരുന്ന കുട്ടികൾക്ക് സ്റ്റൈഫൻഡ് കൊടുക്കാനായിട്ടും ഈ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബഡ്ജറ്റിന്റെ ഏറെക്കുറെ വിശകലനമായിട്ട് നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു ആർട്ടിക്കിളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആ ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എ മെസ്സേജ് ഓഫ് ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഗ്രോത്ത് കമ്മ്യൂണിറ്റി എന്നാണ്. അതായത് ഫിസിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുമല്ലോ. ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകളുടെ വ്യത്യാസങ്ങളെയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് സൂചിപ്പിക്കുന്നത്. ബോറോയിങ്സ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബോറോയിങ്സ്, എത്ര കോടി രൂപ സർക്കാർ ബോറോ ചെയ്യുന്നുണ്ട്. നിലവിൽ പറയുവാണെങ്കിൽ ബോറോയിങ്സിന് ചെറിയ വേരിയേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ വർഷം പറയുവാണെങ്കിൽ അത് 5.1% ആണ്. 5.1% ഓഫ് GDP, ടോട്ടൽ GDP 5.1% നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അത് ഈ വർഷം നമുക്ക് 4.9 ഇപ്പോൾ ഈ ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിന് അത് 4.9% കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് അടുത്ത വർഷം അത് 4.6 നമ്മൾ കുറയ്ക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബോറോയിങ്സ് കുറച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ആണെങ്കിലും കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് ബോറോയിങ്സ് പതുക്കെ പതുക്കെ കുറയുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്നാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പ്രൊവിഷൻസ് ആയിട്ട് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അത് നമ്മുടെ GM മസ്റ്റാർഡ്, ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്രോപ്പ്, ഇതിപ്പോൾ നമുക്ക് ക്രോപ്പിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്ന കാരണം ക്രോപ്പ് തന്നെ പറയാം. ഇപ്പോൾ സപ്പോസ് ഇതൊരു എന്ന് പറയുന്ന ഒരു ക്രോപ്പാണ്. ഈ ഒരു ക്രോപ്പ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഡ്രോട്ട് റെസിസ്റ്റന്റ് ആണ്. പക്ഷേ ഇതിന്റെ ഈൽഡ് കുറവായിരിക്കും, അതായത് വിളവ് നൽകുന്നത് വളരെ കുറവാണ്. പക്ഷേ അധികം വെള്ളം വേണ്ട, നല്ല രീതിയിൽ ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങളുണ്ട്. പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ച് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഗുണമായ ഈൽഡ്, ഐ മീൻസ് വിളവ് ഇതിന് താരതമ്യേന കുറവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഈ കർഷകൻ വേറൊരു തരം ക്രോപ്പ്, മെയിൻലി നോൺ ആസ് ബി, വേറൊരു ക്രോപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. ഈ ക്രോപ്പിന് ഈൽഡ് നല്ലപോലെ ഉണ്ട്, നല്ല ഈൽഡ് നൽകും. പക്ഷേ ഇതിന് ഹീറ്റ് റെസിസ്റ്റൻസും ഇല്ല, ഡ്രോട്ട് റെസിസ്റ്റൻറ്റും അല്ല. അതായത് വരൾച്ചയോട്ട് അതിജീവിക്കാനും പറ്റത്തില്ല, ചൂടിനെയും അതിജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ഈൽഡ് തരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ടുന്ന നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റിയും ഇവിടുന്ന് വേണ്ട ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റിയും കൂടെ ചേർത്തിട്ട്, ഈ രണ്ടും കൂടെ ചേർത്ത് ഇവിടുന്ന് ഇപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഏതായിരിക്കും, ഹീറ്റും അതേപോലെ ഡ്രോട്ട് റെസിസ്റ്റൻറ്റും. ബി എന്നുള്ള ക്വാളിറ്റി ഏതാണ്, ഹൈ ഈൽഡ്. അപ്പം ഇത് രണ്ടും കൂടെ ഈ ഡിസൈഡ് ആയിട്ട് ക്വാളിറ്റി ചേർത്തിട്ട് നമ്മൾ മൂന്നാമത്തെ ഒരു ക്രോപ്പ് സിയെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഈ ക്രോപ്പിന്റെ പ്രത്യേകത ഇതിന് ഈ രണ്ട് ക്രോപ്പുകളുടെയും ആയിട്ടുള്ള നമ്മുടെ ഡിസൈഡ് റിസൾട്ടുകൾ ഉണ്ടാവും. മീൻസ് ഹൈ ഈൽഡ് ഉണ്ടാവും, അതേപോലെ ഹൈ ഹീറ്റ് റെസിസ്റ്റൻസും അതേപോലെ തന്നെ ഡ്രോട്ട് റെസിസ്റ്റൻറ്റും ആയിരിക്കും. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ സി എന്നുള്ള ഈ ക്രോപ്പിന്റെ പേരാണ് ഇറ്റ്സ് കോൾഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്, GMC, ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് എന്നുള്ളത്. അപ്പം നിലവിൽ നമ്മുടെ രാജ്യത്ത് കൃഷി ചെയ്യുന്ന ഇത്തരത്തിലുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ് നമ്മുടെ കോട്ടൺ, BT കോട്ടൺ. ഓക്കെ, BT കോട്ടൺ ഈ രീതിയിലുള്ള ഒരു ക്രോപ്പാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ BT ബ്രിഞ്ചാൾ. പക്ഷേ അങ്ങനെ നമുക്ക് കൃഷി ചെയ്യാനുള്ള അനുവാദവും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. കാരണം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ക്രോപ്പുകൾ നമുക്ക് കൃഷി ചെയ്യാനുള്ള അനുവാദമൊക്കെ കിട്ടുന്നത് GMEC, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ്. ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയൊക്കെ നമുക്ക് അനുവാദം നൽകണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് GAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലുള്ള ഒരു ബോഡിയാണ്. അവിടുന്ന് അനുവാദമൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ക്രോപ്പുകൾ വ്യാവസായിക അടിസ്ഥാനത്തിലൂടെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.
അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിനെക്കുറിച്ചാണ് GM മസ്റ്റാർഡിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് GM ജനറ്റിക്കലി മോഡിഫിക്കേഷൻ എന്നുള്ള കാര്യം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ജനറ്റിക്കൽ മോഡിഫൈഡ് മസ്റ്റാർഡിനെ കുറിച്ച് പഠിക്കാം. ഇതിന്റെ മറ്റൊരു പേരാണ് DMH11 ധാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ്. ഓക്കെ, 11 എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പേര്. DMH11 എന്ന് അതിനെ കോമൺലി അറിയപ്പെടുന്നത്, അഥവാ GM മസ്റ്റാർഡ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇത് ഇന്ത്യൻ വെറൈറ്റി വരുണ മസ്റ്റാർഡിന്റെയും അതേപോലെ തന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ വെറൈറ്റി എയർലി ഹീര 2ന്റെയും കൂടെ ക്രോസ് ആണ്. മീൻസ് അവിടുന്ന് രണ്ടിടത്തും വേണ്ടുന്ന ഡിസൈഡ് ജീനുകൾ എടുത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ധാരാ മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 28% ഹയർ ദൻ ഈൽഡ്. നോക്കുവാണെങ്കിൽ ഇന്ത്യൻ വെറൈറ്റി വരുണേക്കാളും 28% കൂടുതൽ ഈൽഡ് നൽകുന്നതാണ് ഈ DMH11 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രശ്നമാണ് ഫസ്റ്റ് ജനറേഷൻ ഓപ്ഷൻ. അതായത് ആദ്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിനായിരിക്കും ഹയർ ഈൽഡ്, പക്ഷേ ഹയർ ഈൽഡ് ഉണ്ടാവുക, പിന്നെ പതുക്കെ പതുക്കെ അതിൻ്റെ ഈൽഡ് കുറയും. അതിൻ്റെ മറ്റൊരു പോരായ്മയാണ് ഇത്തരത്തിലുള്ള ജനറ്റിക് മോഡിഫിക്കേഷനുകളുടെ മറ്റൊരു പോരായ്മ. അപ്പോൾ എല്ലാ വർഷവും കർഷകൻ ഈ പറഞ്ഞ വിത്ത് മേടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയേണ്ടി വരിക. കർഷകൻ്റെ കോസ്റ്റ്, മെയിൻലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ഇനി ഇതിന് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ജനറ്റിക്കൽ മോഡിഫൈഡ് ക്രോപ്പുകൾ കൃഷി ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻ്റ് അല്ല. ഈ ഇത്തരത്തിലുള്ള വെജിറ്റബിൾ ഓയിലിൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് ഇത് നമ്മൾ ഈ മസ്റ്റാർഡ് ഓയിൽ നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലാണ്. പക്ഷേ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഏറെക്കുറെ നമ്മൾ ഇവിടുന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ട് ഓഫ് 1.93 ലാക്ക് ടൺസ് ആണ് നമ്മളിത് ഇറക്കുമതി ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്ഷൻ വെറും 116.5 ലക്ഷം ടണ്ണുകൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഏറെക്കുറെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നം ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെ മസ്റ്റാർഡ് ഹാസ് എ പൊട്ടൻഷ്യൽ ടേൺ അറൗണ്ട് സിറ്റുവേഷൻ ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് 40% ഓഫ് ടോട്ടൽ എഡിബിൾ ഓയിൽ പ്രൊഡക്ഷൻ ഇന്ത്യ. ഇന്ത്യയിലെ ടോട്ടൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡിബിൾ ഓയിൽസിൽ 40% മസ്റ്റാർഡാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല രീതിയിലൂടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം അത് ഓയിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ നമുക്ക് കയറ്റുമതി ചെയ്ത് വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്ത് കൂടുതൽ ഈൽഡ് നൽകുന്ന തരത്തിലുള്ള ക്രോപ്പുകൾ വേണം നമ്മൾ കൃഷി ചെയ്യേണ്ടത്. അവിടെയാണ് ആരുടെ റോൾ ഇരിക്കുന്നത്, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പുകളുടെ റോൾ ഇരിക്കും. കാരണം അവർക്ക് കൂടുതൽ ഈൽഡ് നൽകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതാണ് ഈ DMH11 നമ്മുടെ ട്രഡീഷണൽ വരുണ വെറൈറ്റിയുടെ 28% കൂടുതൽ ഈ പറഞ്ഞ പോലെ ഈൽഡ് നൽകാൻ പറ്റും. ഇപ്പം വരുണ വെറൈറ്റിക്ക് 100 ടൺ മസ്റ്റാർഡ് ആണ് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ ഈ DMH11 അതേ ഇടത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 128 ടൺ നമുക്ക് മസ്റ്റാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് 28% കൂടുതൽ പ്രൊഡക്ടിവിറ്റി എന്ന് ബേസിക്കലി ചെറിയൊരു കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതിന് ഈ ഒരു DMH11 ഇവിടെ കൃഷി ചെയ്യാനായിട്ട് സർക്കാർ പണ്ട് ഈ പറഞ്ഞ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം പറയുവാണെങ്കിൽ 2018 ആ ഒരു ടൈം പീരിയഡ്, 2018 ആ ടൈമിൽ തന്നെ ഗവൺമെന്റ്, 2018 ഇതിന്റെ ആവശ്യങ്ങൾ വന്നു. 2022 കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഇതിന് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ പലവണ ഇതിന്റെ ഹിയറിംഗ് ഒക്കെ കേട്ടതിന് ശേഷം ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് കേസ് വുഡ് നൗ ബി റെഫർഡ് ടു എ 3 ജഡ്ജ് ബെഞ്ച്. ഒരു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു 3 അംഗ ജഡ്ജ് ബെഞ്ച് ഈ പറഞ്ഞ ഈ കേസ് വീണ്ടും കേൾക്കുന്നതായിരിക്കും. ഇതിവിടെ കൃഷി ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കേൾക്കുന്നതായിരിക്കും. കാരണം GMEC നേരത്തെ കൊടുത്താണ്, അനുവാദം കൊടുത്താണ്. അത് കേസ് വന്നത് കാരണം ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം ഇതിന് അന്തിമ അനുവാദത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ 3 ജഡ്ജ് ബെഞ്ച് ഇത് കേസ് കേൾക്കുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുക. അത്ര ഉള്ളൂ വാർത്ത. പക്ഷേ നമുക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ്, അതിന് ഇന്ത്യയിൽ അനുവാദം നൽകുന്ന ആരാണ്, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ് തുടങ്ങിയ കാര്യങ്ങൾ. നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന BT കോട്ടൺ മാത്രമാണ്. BT ബ്രിഞ്ചാളിനൊന്നും തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് കൃഷി ചെയ്യാനായിട്ട് അനുവാദം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മേജർ ആയിട്ടുള്ള ലിമിറ്റേഷനാണ് ഈൽഡ് ഹയർ ആയിട്ട് കിട്ടുന്ന ഒരു തവണ ഉണ്ടാവുള്ളൂ. അടുത്ത തവണ കൃഷി ചെയ്യണമെങ്കിൽ വീണ്ടും പുതിയ വിത്തുകൾ മേടിക്കേണ്ടതായിട്ട് വരും. അപ്പം കർഷകന്റെ കോസ്റ്റ് വളരെ കൂടുതൽ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതിനകത്ത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ഇപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ എന്നും ചെയ്യുന്ന പോലെ പ്രിലിംസിന് MCQ ആണ്, ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട MCQ ആണ്, 2 സ്റ്റേറ്റ്മെന്റ് MCQ ആണ്. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ അബൌട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഈ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആൻസർ ഈ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ എല്ലാവരും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.